അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ നിന്ന് ഒരു ഉസ്താദ് എന്നെ നിരന്തരം വിളിയായിരുന്നു. അവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്ന കൂടപ്പിറപ്പുകൾക്ക് മയ്യത്ത് മറമാടാൻ ഖബർസ്ഥാനിൽ സ്ഥലമില്ല, വെച്ച ഖബറിൽ തന്നെയാണ് മയ്യത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മൾ നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് ഒരു 5 ഏക്കർ ഭൂമിക്ക് 1,00,000 രൂപ അഡ്വാൻസ് നൽകിയിട്ടുണ്ട്. ആ ഭൂമി നമുക്ക് ലഭിക്കണമെങ്കിൽ ഇനിയും 34 ലക്ഷം രൂപയോളം ആവശ്യമാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഇടപെടൽ ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ഫണ്ട് നമുക്ക് ശേഖരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടിൽ പോയി അവരുടെ കൃത്യമായ കാര്യങ്ങൾ നേരിൽ ചെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ഇവർക്ക് വേണ്ടുന്ന ഇടപെടലുകൾ നടത്താനുള്ളൊരു സംവിധാനമുണ്ടാക്കും. കാരണം കൊട്ടാരത്തിൽ ജീവിച്ച ആളുകൾക്കും കുടിലിൽ ജീവിച്ച ആളുകൾക്കും അവസാനമായി ഉണ്ടാവുക ഈ ഒരു 6 അടി മണ്ണ് മാത്രമാണ്. ഈ ഒരു 6 അടി മണ്ണിന് വേണ്ടിയാണ്, ഇതിനൊരു സ്ഥല സൗകര്യത്തിന് വേണ്ടിയാണ് ഈ നാട്ടിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതിനുള്ള ഇടപെടലുകൾ ഞാൻ നടത്തുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇടപെടൽ നടത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം. അള്ളാഹു സഹായിക്കുന്ന, സഹകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആളുകൾക്കും പടച്ചവൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തും. നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്തിനാണ് ഈ നാട്ടുകാർ ചേർന്ന് അഡ്വാൻസ് നൽകിയിട്ടുള്ളത്. 5 ഏക്കർ ഭൂമി, 35 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ്. നാട്ടുകാരൊക്കെ ചേർന്ന് 1,00,000 രൂപ നൽകിയിട്ടുണ്ട്. ഇനിയും 34 ലക്ഷം രൂപയോളം നൽകേണ്ടതായിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ പഠിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വരികയുള്ളൂ. ആദ്യം ഇതിൻ്റെ വിവരണങ്ങൾ നാട്ടുകാരൊക്കെ ചേർന്ന് നൽകാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേർന്നുകൊണ്ട് ഈ ഒരു സഹായ അഭ്യർത്ഥനയായി മുന്നിട്ട് നിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ ഇടപെടാനുള്ളൊരു സാധ്യത ഉണ്ടാക്കൂ എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പടച്ചവനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു.